ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 3. ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. വിവർത്തനം. ഹേ പരമപുരുഷോത്തമ, ഹേ പരമ്പൊരുളെ, അങ്ങു തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ എൻ്റെ മുന്നിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വാവിഷ്കാരത്തിലെങ്ങും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നതെങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം. ഭാവാർത്ഥം. ഭൗതിക പ്രപഞ്ചത്തിൽ വ്യക്തിപരമായ പ്രാതിനിധ്യമേറ്റ് താൻ ഉൾപൂകിയതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി സാധ്യമായതും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതുമെന്ന് ഭഗവാൻ പറഞ്ഞു. അർജുനനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃഷ്ണന്റെ പ്രസ്താവനകളാൽ പ്രചോദിതനാണെങ്കിലും വരും കാലങ്ങളിൽ കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ മാത്രം കരുതിയേക്കാവുന്ന ജനങ്ങളിൽ വിശ്വാസമുളവാക്കുവാൻ വേണ്ടി അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രപഞ്ചാന്തസ്ഥിതനാണെങ്കിലും അതിൽ നിന്ന് വേർപെട്ടു നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്ങനെയെന്ന് അറിയാനും ആഗ്രഹിക്കുന്നു. പുരുഷോത്തമ എന്ന സംബോധനയും അർത്ഥവത്താണ്. ഭഗവാൻ കൃഷ്ണൻ പുരുഷോത്തമനാകയാൽ അദ്ദേഹം അർജുനനിലും കുടികൊള്ളുന്നുണ്ട്. അർജുനന്റെ ആഗ്രഹം എന്തെന്നറിയുന്നുണ്ട്. ഭഗവാനെ കൃഷ്ണന്റെ തന്നെ രൂപത്തിൽ കാണുന്നതിൽ സംതൃപ്തനാണ് അർജുനനെന്നും വിശ്വരൂപേണ ദർശിക്കണമെന്ന് വിശേഷിച്ച് ഒരാഗ്രഹമില്ലെന്നും അദ്ദേഹത്തിനറിയാം. എന്നാൽ മറ്റുള്ളവർക്കും വിശ്വാസമുളവാക്കാൻ വേണ്ടി അർജുനൻ തൻ്റെ വിശ്വരൂപം ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും കൃഷ്ണൻ അറിയാം. ഭാവിയിൽ അവതാര പുരുഷരെന്നു നടിക്കുന്ന ചിലരുണ്ടാവാമെന്നതിനാൽ ഒരു മാനദണ്ഡമെന്ന നിലയിലും ഇത് ഉപയുക്തമാവാമെന്ന് അർജുനൻ ചിന്തിച്ചിരിക്കണം. അല്ലാതെ തൻ്റെ വിശ്വാസത്തെ സ്ഥിരീകരിക്കാൻ അദ്ദേഹത്തിന് ഈ ദർശനം ആവശ്യമായിരുന്നില്ല. ജനങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. കൃഷ്ണനാണ് താനെന്ന് അവകാശപ്പെടുന്നവർ ആ വാദത്തിൻ്റെ യാഥാർത്ഥ്യം തെളിയിക്കാൻ ജനസമക്ഷം വിശ്വരൂപ ദർശനം നൽകാൻ സന്നദ്ധരാവണം. ശ്ലോകം 4. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. വിവർത്തനം. പ്രഭോ, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവയോഗേശ്വര, ദയവായി ആ നിസീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരയണമേ. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാനെ ഭൗതികേന്ദ്രിയങ്ങളാൽ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ആർക്കും സാധിക്കുകയില്ലെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം മുതൽക്കേ പ്രേമപൂർണമായ അതീന്ദ്രിയ സേവനം നിർവഹിച്ചു പോരുന്ന ഭക്തനു മാത്രം ഭഗവത് ദർശനം സിദ്ധിക്കും. ഓരോ ജീവനും ആത്മീയ സ്ഫുലിംഗമത്രേ. അതിനാൽ കൃഷ്ണനെ കാണാനോ അറിയാനോ അതിന് കഴിവില്ല. ഭക്തനായ അർജുനൻ തൻ്റെ ചിന്താശക്തിയെയല്ല ആശ്രയിക്കുന്നത്. തനിക്ക് ജീവാത്മാവെന്ന നിലയിലുള്ള പരിമിതികളെയും കൃഷ്ണന്റെ വിലമതിക്കാനാവാത്ത മഹത്വത്തെയും അദ്ദേഹം അറിയുന്നുണ്ട്. അതിരില്ലാത്ത അപ്രമേയനെ മനസ്സിലാക്കാൻ ഒരു ജീവാത്മാവിനെ കൊണ്ട് സാധിക്കുകയില്ലെന്നും അർജുനൻ അറിയാം. അപ്രമേയൻ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്തുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഭാവം ഒരാൾക്ക് സ്പഷ്ടമാവുകയുള്ളൂ. ഭഗവാൻ അചിന്ത്യ പ്രഭാവശാലിയാണെന്നതിനെ യോഗേശ്വരൻ എന്ന വാക്കുകൊണ്ടിവിടെ സൂചിപ്പിക്കുന്നു. സ്വതേ അപ്രമേയനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്താനാവും. അതുകൊണ്ട് അർജുനൻ കൃഷ്ണന്റെ അഹേതുകമായ കനിവിന് അപേക്ഷിക്കുകയാണ്, ആജ്ഞാപിക്കുകയല്ല. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ആത്മസമർപ്പണം ചെയ്ത് ഭക്തി സാധനയിൽ ഏർപ്പെടുന്നവർക്കേ കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനാകാറുള്ളൂ. ഊഹാപോഹങ്ങളുടെ സാധ്യതയെ ആശ്രയിക്കുന്നവർക്ക് ഭഗവത് ദർശനം അസാധ്യമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.